കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം 2019 ഈ വർഷം നമുക്ക് ഒരു 3 വിലക്കുകളെന്നും പറഞ്ഞിട്ട് എല്ലാ വർഷവും വരുന്നുണ്ട്. ഒന്ന് 3 കില്ലിങ്സ്, ഒന്ന് 5 ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ, അങ്ങനെ 3 വിലക്കുകൾ എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം അത് ഓരോരോ ഡയറക്ഷനിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളൊരു തിയറിയാണ്. അപ്പം ഈ വർഷം 3 കില്ലിങ്സ് വന്നിരിക്കുന്നത് വെസ്റ്റിലാണ്. അപ്പം നമ്മൾ 3 കില്ലിങ്സിനെ യാതൊരു കാരണവശാലും പുറംതിരിഞ്ഞിരിക്കരുതെന്നാണ്. അപ്പം നമുക്ക് ഈ വർഷം പൊതുവെ നമ്മളുടെ ദിക്കുകൾ ഭാഗ്യമാണെങ്കിലും ദോഷമാണെങ്കിലും ഈ വർഷം പൊതുവെ നമുക്ക് കിഴക്കോട്ട് നോക്കിയിരിക്കാനായിട്ട് അത്ര നല്ലൊരു വർഷമല്ല. കാരണം കിഴക്കോട്ട് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മളുടെ പുറകു വശം പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ അത് 3 കില്ലിങ്സിന് ഇത് പുറംതിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നവരെ ഒത്തിരി ദോഷകരമായിട്ട് ഈ വർഷം ബാധിക്കും എന്നുള്ളൊരു സയൻസ് ഫംഗ്ഷനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. അപ്പം ഓഫീസിലോ അല്ലെങ്കിൽ അല്ലാതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്ന് ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വർഷം പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇത്. മാത്രവുമല്ല വെസ്റ്റ് ഗ്രൂപ്പുകാർക്ക് പടിഞ്ഞാറ് നല്ല ദിക്കും കൂടിയാണ്. അപ്പോൾ വെസ്റ്റ് ഗ്രൂപ്പുകാർക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡയറക്ഷനാണ് പടിഞ്ഞാറ് എന്ന് പറയുന്നത്. വെസ്റ്റിലോട്ട് നോക്കിയിരിക്കുന്നത് വളരെയധികം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്ക് ഒരു സാറുമായിട്ട് കൺസൾട്ട് ചെയ്ത ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, അവരുടെ ഓഫീസിൽ ഒരു ചൈന കമ്പനിയാണ്. അപ്പോൾ അവർ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് പിറകിൽ ഒരു ഭിത്തി ഉണ്ടോ എന്നുള്ളത് അവർ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭിത്തി ഇല്ലെങ്കിൽ ഒരു അലമാരെങ്കിലും അവരുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കാരണം ബാക്ക് സപ്പോർട്ടിങ് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ബാക്ക് സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും നമ്മുടെ പിറകിൽ ശക്തമായൊരു ഭിത്തി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ വെസ്റ്റിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ കൂടി അത് പുറകിലൊരു നല്ല ശക്തമായൊരു ഭിത്തി ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഇരിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ടൂൾ, ഈ ഒരു ഇരുത്ത നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഓഫീസിൽ ചിലപ്പോൾ ചില ഓഫീസുകളിൽ മറ്റ് സ്റ്റാഫുകൾ തങ്ങളിൽ ഭയങ്കര കലഹങ്ങളും കാര്യങ്ങളുമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു റൂസ്റ്ററിനെ വാങ്ങിച്ചിട്ട് ഇതിനെ പ്രോഗ്രാം ചെയ്ത് ഹീൽ ചെയ്ത് ടേബിളിൻ്റെ മുകളിൽ ഒരു ബെസ്റ്റ് സൈഡിലായിട്ട് ഇതിനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓഫീസിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ഇത് വളരെ നല്ലൊരു ടൂളാണ്. അതുപോലെ തന്നെ ഒരു പെട്രോൾ പമ്പിൽ അവിടുത്തെ സ്റ്റാഫുകൾ തങ്ങളിലൊരു ക്ലാഷ് ഉണ്ട്, എപ്പോഴും സ്റ്റാഫ് നിൽക്കുന്നില്ല, തങ്ങളിൽ വഴക്കാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടൂൾ ഞാൻ അവിടെ വെച്ചപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ അവിടെ ആ ഓഫീസിലേക്ക് വരികയും അവരെല്ലാം നല്ല രീതിയിൽ ഒരു സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരം ടൂളുകൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു ടൂളാണ്, നമ്മൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഇത് വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ഓഫീസിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് ഓഫീസിൽ ഇതുപോലെ ഓഫീസിൻ്റെ വടക്ക് ഭാഗത്ത് ഇത് റൂയി എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളാണ്. തൊഴിലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഡ്രാഗൺ ടോർട്ടോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾസാണ്. ഇത് ഡ്രാഗണിൻ്റെ ഹെഡും ടോർട്ടോയിസിൻ്റെ ബോഡിയും കുറേ ചൈനീസ് നാണയങ്ങളും ഇൻഗോട്ടും എല്ലാം കൂടെ വന്നിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഡ്രാഗൺ ടോർട്ടോയിസ് വിത്ത് റൂയി, ഇപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടെ ഒത്തിട്ടുള്ള സിമ്പിൾ കിട്ടും. അതല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ടോർട്ടോയിസും ഒരു റൂയിയും കൂടെ ചേർത്തിട്ട് ഓഫീസിൻ്റെ വടക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നല്ല വിജയങ്ങൾ, ഒത്തിരി ബിസിനസ് ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും തൊഴിൽ പരമാവധി അഭിവൃദ്ധി ഉണ്ടാക്കാനും ഇത്തരം ടൂളുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ടൂളുകൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഷെയർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ഒരു ബുൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അതിൻ്റെ ടേബിളിൽ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം ഒരു ടൂൾ വാങ്ങിച്ച് ഇതിനെ എനർജൈസ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണെങ്കിൽ ഷെയറിൽ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാന ആഴ്ച ഞാൻ കൺസൾട്ടിങ്ങിനായിട്ട് കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, മലപ്പുറം എന്നീ ഡിസ്ട്രിക്റ്റുകളിൽ വരുന്നുണ്ട്. കൺസൾട്ടിങ്ങിന് താല്പര്യമുള്ളവർ നേരത്തെ കൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ വന്ന് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.